നേരിട്ട് പോകണ്ടാണോ ഇത്രയും ക്വാളിറ്റി കുട്ടിക്ക്? നമ്മള് സാധാരണ എല്ലാ ലോഡിലും ഇതുപോലത്തെ കുട്ടികളെ ഉണ്ട്. വീഡിയോ കോളിലൊന്നും വിളിച്ചു ആരും തലക്ക് കെട്ടി വെക്കേണ്ട കാര്യം ആവശ്യമില്ല. നിങ്ങൾ വരിക, ആവശ്യക്കാര് വരിക, നോക്കുക, ഇഷ്ടപ്പെട്ട് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുതലുണ്ടെങ്കിൽ മാത്രം എടുക്കുക. തരുന്ന പൈസക്കുള്ള മുതലുണ്ട്, അത് നിങ്ങൾക്ക് ഉറപ്പല്ലേ? അത് കാരണം പറയുന്നത്. ഓക്കെ, വരിക, നോക്കുക, ഇഷ്ടപ്പെട്ട കുട്ടികളെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഏത് തൂക്കത്തിലാണ് വേണ്ടി അതിനുള്ള സാധനം ഉണ്ട്. തീർച്ചയായിട്ടും ചെറുതുണ്ട്, വലുതുണ്ട് അല്ലേ? 100 കിലോ അടുപ്പിച്ചുണ്ട്. ഇതെന്തോ മുത്തുമാലയൊക്കെ ഇട്ടേക്കുന്ന വീട്ടിൽ നിന്ന് വളർത്തിക്കൊണ്ടിരുന്നല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് എനിക്ക് 2-3 പീസ് ഇതുപോലെ മാലയൊക്കെ ഇട്ട കുട്ടികളുണ്ട്. അത് അവരുടെ വീട്ടിൽ എങ്ങനെ നോക്കുന്ന അതുപോലെ നോക്കുന്നു. ഓക്കെ. അടുത്തത് ഇതെല്ലാം വലിയ കുട്ടികളാണ് ഈ കാണിക്കുന്നതല്ല കേട്ടോ. ഇതെല്ലാം തന്നെ വലിയ കുട്ടികളാണ് ഈ കാണിക്കുന്നത്. ക്വാളിറ്റിയാണ് നിങ്ങൾ എടുത്ത് നോക്കേണ്ടത്. നോക്കിയാട്ടെ ഇതിനകത്ത് എല്ലാ കുട്ടിയുടെയും കുളമ്പ്. ഓ ശരി. വാലിറക്കം. ഓക്കെ. കുളമ്പ്, വാലിറക്കം, ഇടനീളം, കാൽപ്പൊക്കം. ഓക്കെ. പെരുന്നാളിന് കണക്കാക്കിയുള്ള കുട്ടികൾ. അതായത് നമുക്ക് പെരുന്നാളിന് 7 മാസം കൊണ്ട് സൈസ് ആക്കി എടുക്കാവുന്ന കുട്ടികളുണ്ട്. മുത്തുമാലയിട്ട് 2-3 ഉണ്ട് ഈ പ്രാവശ്യം. എഴുന്നേറ്റ്. ഇത് വലിയ കുട്ടിയല്ലേ ബ്രോ? നോക്കി കുട്ടിയെ നോക്കിയുള്ളൂ. കുട്ടികളെ കണ്ട്. അതെ. അടുത്തത് ഇടനീട്ട് നോക്കി, കുട്ടികളെ ഇടന്നോണ്ട് നോക്കി. അടുത്ത കുട്ടി കാണിച്ചു നോക്കട്ടെ. നമ്മള് മഴയാണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ വെളിയിൽ വെച്ച് കാണിക്കായിരുന്നു. നമ്മൾ ഷെഡിനകത്ത് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കുട്ടികളെ ഇതാണ് നോക്കിയോ. ഇത് എരുമയാണോ? എരുമയല്ല, ഒന്ന് കാണിച്ചു നോക്കി. ഒരു എരുമയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഒരു എരുമയാണ് ഈ കാണുന്നത്. അതാണ് ഇത് നേരത്തെ ഓ ശരി. അതുപോലെ കൊമ്പ് വളഞ്ഞിരിക്കും. നേരത്തെ കൊമ്പ് വളഞ്ഞിരുന്നു നല്ല രീതിയിൽ. ഇത് എരുമയാട്ടോ. അത് ഇത് പോത്ത. ഇതെല്ലാം തന്നെ നോക്കി ഓരോ കുട്ടിയെ നമ്മള് ഈ വീഡിയോക്കകത്ത് നിങ്ങൾ ഓരോ കുട്ടിയെ നോക്കിക്കോളൂ. ഇതാണ്ട് നമുക്ക് ഒരു ചെറിയൊരു കുട്ടി 100 കിലോ ഉള്ള. 100 കിലോ കുളിപ്പിച്ചിട്ടില്ല. ഫീഡ് ഇട്ട് ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. കുട്ടികളെല്ലാം നോക്കിക്കോളൂ. ഓരോ കുട്ടികളെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓരോ കുട്ടികളെ നിങ്ങൾ നോക്കിയിട്ട് നോക്കിക്കോളൂ. എല്ലാം ഒരേപോലത്തെ കുട്ടികളാണ്. അത് മുത്ത് ഇട്ടുണ്ടല്ലോ. എല്ലാം ഉണ്ട്. നമ്മള് എടുത്ത മാർക്കറ്റ് വ്യത്യാസമുണ്ട്. ഓ ശരി. ഹരിയാന മാർക്കറ്റ് ആണ്. ഹരിയാന തന്നെയാണ്. കുട്ടികൾ ചെറിയ കുട്ടി ഇത് കണ്ടു ശ്യാമേട്ടൻ. ചെറിയ കുട്ടിയുണ്ട്. ഇത് ചെറുത്. ഓക്കെ. ഇത് ചെറുതാ. ഇത് തണുപ്പിന്റെ ആണോ? അത്യാവശ്യം തണുപ്പിന്റെ രോമമുണ്ട്. ഓ ശരി. എല്ലാം നല്ല ജെറ്റ് ബ്ലാക്ക് കുട്ടികൾ. നമ്മുടെ ഫുൾ ബ്ലാക്ക് കുട്ടികൾ. ഇതാണ് എല്ലാം ഒരേ ക്വാളിറ്റി. ഓക്കെ. ഞാൻ എല്ലാത്തിനും വാലിറക്കം നോക്കി. ഓക്കെ. വാലിറക്കവും കുളമ്പും ഈ പ്രാവശ്യം നല്ല രീതിയിൽ നോക്കി എടുത്തിട്ടുണ്ടല്ലേ? പിന്നെ ഓക്കെ. നമ്മുടെ ക്വാളിറ്റി ആയിട്ടോ, അതാ മെയിൻ. നോക്കുക, നിങ്ങള് വീഡിയോക്കകത്ത് നമ്മൾ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം മുത്തുമാല ഇട്ട കുറെ കുട്ടികളുണ്ട് കേട്ടോ. അതൊക്കെ ഈ മുത്തുമാല എടുത്ത് പറയാനുള്ള കാര്യം വെച്ചാൽ അവര് ഈ കുട്ടികളൊക്കെ അവർ ഈ വീടുകളിലൊക്കെ നല്ല ഒരു പെറ്റായിട്ടൊക്കെ വളർത്തുന്ന കുട്ടികളുണ്ട്. ഒരു 3 വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി അതൊന്നും കാണാം നമുക്ക്. എല്ലാം വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടുള്ള കുട്ടികളാണ്. അടുത്ത് തന്നെ കാണിക്കാം. വണ്ടി കൂടെ കിടപ്പുണ്ട്. കൂടെ വന്ന ദിവസം നല്ല മഴ. അതെ, മഴയില്ലായിരുന്നു. ഇപ്പൊ കുട്ടികൾ അതെ, ആൾക്കാർക്ക് വരാൻ ഒരു ബുദ്ധിമുട്ട്. കൊമ്പ് കണ്ടോ? അതെ, ഫുൾ ബ്ലാക്ക്. അത് വലിയ ഒരു 100-170 ഉണ്ടെന്ന്. 175 കിലോ. 175 ഉണ്ടല്ലേ? ഓക്കെ. മൂക്കുകുത്തി സമയമില്ലാത്ത ഇത് നമ്മള് ഈ 3 വെളി ഇപ്പൊ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിനുവേണ്ടിയാണ് ഈ 3 കാണിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. 1-2 കുട്ടിയല്ല കുട്ടിയെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് അപ്പൊ ഇനിയിപ്പം ബ്രോ ഇനിയിപ്പം നാളെ മറ്റന്നാളോട്ടൊക്കെ ബാക്കി നാളെ മറ്റന്നാളും കൊണ്ട് തീരും. നമുക്ക് പിന്നെ നമ്മള് പറഞ്ഞ ഡേറ്റ് കുട്ടികൾ വരും. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും വേണ്ടിയവരെ വിളിക്കുക അല്ലേ? വിളിക്കുക. ഓക്കെ.